എന്താടോ തനിക്കെന്ത് പറ്റി? ഒന്നുമില്ലടോ, ഞാൻ എൻ്റെ മോളോർത്തു പോയതാ. അവളിപ്പോ 3-4 മാസമായില്ലേ? അത് മാത്രമല്ലടോ, 4 മാസമായി അവൾ വിളിക്കാറ് പോലും ഇല്ല. അങ്ങോട്ട് വിളിച്ച അവൾ എടുക്കുകയും കൂടെ ഇല്ല. അവക്കൊപ്പം പഠിക്കുന്ന കുട്ടീനെ കുറെ തവണ വിളിച്ചിട്ടാണ് കിട്ടിയത്. ആ കുട്ടിയാണെങ്കിൽ ഇഷ്ടമില്ലാത്ത രീതിയിലാണ് മറുപടി പറയുന്നത്. ആ കുട്ടി പറയണത് മോണിക്ക് ഇന്നലെ വെളുപ്പിന് ഹൈദരാബാദ് പോയി എന്നാണ്. ഈശോയെ, അവളെ ബാംഗ്ലൂർക്ക് അയക്കേണ്ടില്ലായിരുന്നു. താൻ വിഷമിക്കണ്ടടോ, അവൾ വരും. ആ എടോ, ഗായത്രിനെ വിളിക്കുവാണെങ്കിൽ ഒന്ന് പറയണോട്ടാടോ. എന്നാ ശരി, ഞാൻ പോട്ടെ. മോളെ, ഇതാ ചായ. മോനിക്ക നിന്നെ വിളിക്കാറുണ്ടാ? 4 മാസമായി അവൾ പോയിട്ട്. അവളുടെ അമ്മ ആകെ സങ്കടത്തിലാണ്. ഇല്ലമ്മേ, ഞാൻ വിളിച്ച അവൾ എടുക്കാറേ ഇല്ല. ഞാൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാ, എന്നിട്ടും അവളത് മറന്നു. അവളിങ്ങ് വരട്ടെ, ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈശ്വര, ആ കുട്ടിക്ക് ഒന്നും വരുത്തല്ലേ. ആ മോളെ, നാളെ അമ്പലത്തിൽ പോകാൻ മറക്കല്ലേട്ടാ. എൻ്റെ പിറന്നാൾ ഞാൻ മറക്കും അമ്മേ. എന്നമ്മ പൊയ്ക്കോ, എനിക്ക് കുറച്ച് റെഫറൻസ് ചെയ്യാനുണ്ട്. എടാ, ഞാനൊരു ചെറുത് മേടിച്ചിട്ടുണ്ട്. നമുക്കൊരുമിച്ച് വരുന്ന് കഴിക്കാം. ഒന്നും പേടിക്കണ്ട, വാ നീ വാ. അവളവിടെ നിന്നോളും, നീ വായിങ്ങട്. ഇന്നലെ ജോണി പാടത്തിരുന്ന് വെള്ളം ഉണ്ടാക്കി. നീ വന്നേങ്ങട്, ഒരു കാര്യം പറയട്ടെ. ഇന്നലെ അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടായടാ. നമ്മുടെ ജോണി തേരോട്ടം കണ്ട് പേടിച്ച്. അവനെന്താ വട്ടാണെന്നോ? എന്നാ ഞങ്ങൾ പോയി അടിച്ചിട്ട് വരാടാ. നീ പോയിക്കോ, ഞാൻ പിന്നെ വിളിക്കാം. വേഗം വിട്ടോ. അച്ഛാ, ഈ തേരോട്ടം എന്ന് വെച്ചെന്താണ്? അച്ഛൻ കണ്ടിട്ടുണ്ട് ഈ തേരോട്ടം? ആ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഏഴുകോൺ ശിവന്റെ ക്ഷേത്രമില്ലേ, അവിടുന്ന് കുമ്പനാട് ദേവീക്ഷേത്രം വരെ ഉണ്ടല്ല, ദേവി നടത്തുന്ന യാത്രന് തേരോട്ടം. അപ്പൊ അവര് വീട്ടിലേക്ക് കയറ്റാൻ പറ്റുമോ? അവര് പോണതെങ്ങാലും നമ്മൾ കണ്ടാലുണ്ടല്ല, പിന്നെ നമ്മുടെ കാര്യം പോക്കാണ്. ദേ ഹരിയേട്ടാ, ചുമ്മാ കൊച്ചിനെ അതും ഇതും പറഞ്ഞ് പേടിപ്പിക്കല്ലേ കേട്ടോ. അവളെ രാത്രി കിടക്കപ്പായ കിടന്ന് മൂത്രം വയ്ക്കും. പിന്നെ ഞാനും നല്ല കിടക്കയിൽ മൂത്രം വയ്ക്കണം. അച്ഛനാണ്. എടി കുറുമ്പി, നീ ഇങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞ അച്ഛനിട്ട് കുത്താതെ. മോളെ, ഇവനത് ചെറുപ്പം മുതലുള്ള ശീലമാണ്, ഇപ്പോഴും മാറിയിട്ടില്ല. ഇത്രയും വലിയ ശരീരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ആളൊരു പേടിത്തുണരാണ്. കാലം കോഴി കൂകുന്നുണ്ടല്ലോ. മോളെ, കൊച്ചിനെയും കൊണ്ട് അകത്തു പോ. അതെ, കിടക്കയിൽ മൂത്രമൊഴിച്ചാലേ പുതപ്പ് ചുരുട്ടി അപ്പുറത്ത് വെക്കുകയല്ല വേണ്ടത്. ഒന്നുമില്ലെങ്കിൽ എന്നോട് പറയണം, അല്ലെങ്കിൽ കഴുകിയിടാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കണം. ഇനി ഇത് ആവർത്തിച്ച ഞാനങ്ങ് എഡിറ്റ് ചെയ്ത് കളയുവേ. എന്താ മോളെ ഒരു രഹസ്യം പറച്ചില്? ഒന്നുമില്ല അച്ഛാ, 22 ഫീമെയിൽ കോട്ടയം ആ സിനിമ ഉണ്ടെന്ന് പറയായിരുന്നു. കാലം കോഴി നിർത്താതെ കൂവുണ്ടല്ലോ. ഇവിടെ എന്തോ ഒരു ദുർമരണം നടക്കാനിടയുണ്ട്. ദേച്ചാ, ഓരോന്ന് പറഞ്ഞ മനുഷ്യനെ പേടിപ്പിക്കില്ലേട്ടാ. ഇന്നിന്റെ അത്ര കിടക്കപ്പായിരുന്നു കൊണ്ടുവരുമല്ല. എടിയേ, ഉണ്ണിക്കൊണ്ട സ്നാഗി 2 ഞാൻ എടുക്കേണ്ട. ഈ കൂവല് കേട്ടട്ടെ ഏതോ ഒരു ദുർമരണം ഉറപ്പാണ്. ഈശ്വര, ഞങ്ങളെ കാക്കണേ. നീ എന്നോട് മിണ്ടണ്ട. എത്ര നാളായി നീ എന്നെ വിളിച്ചിട്ട്? എൻ്റെ മെസ്സേജോ കോളോ ഒന്നും നീ നോക്കാറ് പോലും ഇല്ല. എടി ചക്കരെ, ഇത്തിരി തിരക്കായിരുന്നെടി. നിന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ? നീ വണ്ടി എടുക്കുക, നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. സാരിയിൽ നീ സുന്ദരിയായിട്ടുണ്ട്. ഇന്നെന്താ പരിപാടി? അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നിനക്കോ? നീ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തല്ല, എന്തായി? റെഡി ആയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. എടി, ദേ നോക്ക്, ദാ
കൊള്ളാലോടി വർക്ക്. ഉം. നീ വണ്ടി എടുക്ക്, വാ നമുക്ക് ഒരിടം വരെ പോവാം. അയ്യോ, ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. അമ്മേനെ എന്നാ വേഗം വിളിച്ചു പറ. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ കറങ്ങാൻ പോടേണെന്ന് പറ. വൈകുന്നേരത്തോളൂ നല്ല അടിപൊളി പിറന്നാൾ സദ്യ ഒരുക്കി വെക്കാൻ പറ. പിന്നെ അത് ഞാനാണെന്ന് പറയണ്ട, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ശരി ശരി. ഹലോ അമ്മേ. ഈ കാട്ടിലോട്ടാണ് നമ്മുടെ യാത്ര. നീ കാടിനെ പ്രണയിച്ചിട്ടുണ്ടോ? നിനക്കെന്താ വട്ടാണോ? നല്ല ചുള്ളൻ ചെക്കന്മാരെൻ്റെ പിന്നാലെ നടന്നിട്ട് ഞാൻ പ്രണയിച്ചിട്ടില്ല. പിന്നെ ഈ കാട്. ഈ കാടിനുള്ളിൽ ഒരു മരണത്തിൻ്റെ മണമില്ലേ? 9 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ കോളേജിൽ നിന്ന് 3 പെൺകുട്ടികൾ ഈ കാട് കാണാൻ വന്നതാ. 3 പേരും പിന്നെ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നിട്ടില്ല. ഈ കാടിൻ്റെ 3 മൂലയിൽ നിന്ന് 3 പേരുടെ ശവം കിട്ടിയത്. നീ എന്നെ പീഡിപ്പിച്ച് കൊല്ലാനാണ് ഈ കാട്ടിലേക്ക് കൊണ്ടുവന്നത്? നീ പേടിക്കണ്ട, നമ്മൾ എൻജോയ് ചെയ്യാനല്ലേ ഈ കാട്ടിലോട്ട് വന്നത്. നീ വായോ. നീ ഇരുട്ടിനെ പ്രണയിച്ചിട്ടുണ്ട്? നിനക്ക് വട്ട് തീർന്നിട്ടില്ലേ? Have you ever fallen in love with dark? There's a feeling when you're alone in the dark. It's beautiful. We must love the dark. സൈക്കോസിന്റെ പല അവസ്ഥകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ വേർഷൻ ഇത് ആദ്യമായിട്ടാണ്.
എടി ഇവിടെ എങ്ങനെ ആനയുണ്ടോ? മോനിക്ക, 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 നീ എന്നെ കളിപ്പിക്കുവാണോ? ഞാൻ നിന്റെ കൂടെ എങ്ങും വരില്ലാട്ടാ. മോനിക്ക, എനിക്ക് പേടിയാവുന്നു മോനിക്ക. മോനിക്ക, മോനിക്ക, മോനിക്ക. മോനിക്ക, നീ എവിടെയാ? ഞാൻ നിന്റെ കൂടെ എങ്ങോട്ടും വരില്ല കേട്ടോ. മോനിക്ക, മോനിക്ക, നീ ഇത് എവിടെയാ? ഞാൻ നിന്റെ കൂടെ ഇനി എങ്ങോട്ടും വരില്ല കേട്ടോ. മോനിക്ക, മോനിക്ക. നീ ചുമ്മാ കളിക്കല്ലേ, മാറ്റി. അമ്മ, മോളെ, ഇന്നലെ വെളുപ്പിന് നമ്മുടെ മോനിക്ക ഹൈദരാബാദിൽ വെച്ച് കൊല്ലപ്പെട്ടെന്നാ കേട്ടത്. റേഞ്ച് ഇല്ലല്ലോ. ഹലോ അമ്മ,
നീ എനിക്ക് കൂട്ടായി വന്നു. എന്നെ തൊട്ട കൊല്ലും ഞാൻ. ഞാനൊരിക്കൽ മരിച്ചതാണ്. നിനക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല. എന്തൊരഴക പെണ്ണെ നിനക്ക്. നിന്നീ മഹിന്ദനെ നീ ഇങ്ങ് അടുത്തേക്ക് വാ പെണ്ണെ.
ഒരുപാട് ഇഷ്ടമുള്ളവർ ചിലപ്പോൾ മരണാനന്തരവും ഒരുമിക്കും. അവർക്ക് പ്രിയപ്പെട്ടവരെ കാണാൻ അവർ ചിലപ്പോൾ വന്നെന്നിരിക്കും. ചില നേരങ്ങളിൽ പേക്കിനാവിലൂടെ. ഇവരുടെ ജീവിതത്തിലും ഒരു കഥയുണ്ട്, മരണത്തിന് മുന്നേയുള്ളൊരു കഥ.